ചെന്താമരയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഇയാൾ ഈ സ്വഭാവക്കാരനാണ്, ഇയാൾ ഭീഷണിപ്പെടുത്തുന്നയാളാണ്, ഇയാൾ ഇതിനോടകം തന്നെ പ്രതിയാണ്, ജാമ്യത്തിൽ ഇറങ്ങിയതാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ ആരാണ് ചെന്താമര? നമ്മൾ ആ ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. എപ്പോഴും സംശയത്തോടെ ആളുകളോട് പെരുമാറുന്ന സ്വഭാവക്കാരനാണ് ചെന്താമര എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നാട്ടുകാരുമായി അടുപ്പമില്ലാത്ത ചെന്താമരയുടെ നീക്കങ്ങളെല്ലാം ദുരൂഹത നിറഞ്ഞതാണ്. അതായത് ഈ മനുഷ്യൻ, ഈ ചെന്താമര പറയുന്ന മനുഷ്യന്റെ വീട്ടിന് മുമ്പത്താണ് ഈ സരിത പറഞ്ഞ പെൺകുട്ടിന്റെ വീട്. നേരത്തെ കൊലപാതകം നടന്നില്ലേ, സരിത എന്ന പെൺകുട്ടിന്റെ വീട്. പക്ഷെ ഇയാളുടെ വീട്ടിന് മുമ്പത്ത് ഇയാളല്ലാതെ വേറൊരാൾ പുതിയ ഡ്രസ്സും മറ്റു സംഭവങ്ങളൊന്നും ഇട്ട് വെളിയിൽ പോകാൻ പറ്റില്ല. പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു രോഗിയാണ് ഇയാൾ. ഈ കൊലയാളി പ്രത്യേകിച്ച് ഒരു സൈക്കോയാണ്. ഒരു പ്രത്യേകമുള്ള ഒരു മൈൻഡാണ് മൂപ്പർക്ക്. അതായത് മൂപ്പന്റെ കൂടെ ആളുടെ ഭാര്യ, മക്കൾ, ഫാമിലീസ് ഒന്നുമില്ല, എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി. അയൽക്കാരെ എപ്പോഴും സംശയത്തോടെയാണ് ചെന്താമര നോക്കുന്നത്. പലരോടും പക. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരെന്ന് ചെന്താമര എപ്പോഴും കരുതി. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ചെന്താമരയുടെ ഭാര്യയും കുട്ടികളും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ സഹികെട്ട് പിരിഞ്ഞായിരുന്നു താമസം. ഇതിന് കാരണം സജിതയാണെന്നായിരുന്നു ചെന്താമരയുടെ സംശയം. ആ സമയം സുധാകരന് തിരുപ്പൂരിലായിരുന്നു ജോലി. സുധാകരന്റെയും സജിതയുടെ മക്കൾ സ്കൂളിലും. ഈ സമയം നോക്കിയാണ് സജിതയെ ചെന്താമര വെട്ടിക്കൊന്നത്. കൊലപാതകശേഷം ചെന്താമര മലമുകളിലെ കാട്ടിലൊളിച്ചു. തന്ത്രപരമായാണ് അന്ന് പോലീസ് ചെന്താമരയെ പിടികൂടിയത്. ചെന്താമരയുടെ പക എന്നിട്ടും അടങ്ങിയില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവസരം കാത്തിരുന്ന് സുധാകരനെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24.